ഞങ്ങൾ ചായ കുടിക്കാൻ പുറത്ത് പോവാൻ നിന്ന ടൈമിലാണ് പെട്ടെന്ന് ഒരു കസ്റ്റമർ കയറി വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ അളവെടുക്കുമ്പോൾ അച്ഛനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അവരെ വേഗം തന്നെ പറഞ്ഞേച്ചിട്ടാ. എന്റെ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് 2 ടോപ്പ് തയ്ച്ചിട്ടില്ലേന്നോ, അതിലൊന്നാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. തയ്ച്ച ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇട്ട് കാണിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ അവളുടെ ഡ്രസ്സ് ഞാൻ ഇട്ടാൽ എന്നെ പോലത്തെ 2 ആൾക്ക് അതിന്റെ ഉള്ളിൽ കയറിയിരുന്നു. പക്ഷെ ഇപ്പൊ അവള് മെലിഞ്ഞതും ഞാൻ തടിച്ചതും കാരണം ഞങ്ങൾക്ക് 2 ആൾക്കും ഒരേ സൈസ് ആയിട്ടോ. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ഇതുപോലെ അച്ഛന്റെ കൂടെ ചായ കുടിക്കാൻ പോകാറുണ്ട്. ഇത് ഞങ്ങളെ വളരെ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലാണ് കേട്ടോ. ഇപ്പൊ പിന്നെ 2 പേര് 2 വഴിക്ക് ആയതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ഒരു പുറത്തുപോക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. എന്തായാലും പുറത്തു പോയതല്ലേ, എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ബട്ടൺ ഹൗസിൽ കയറിയിട്ട് നൂലും മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തിരക്ക് പിടിച്ച് പോയതുകൊണ്ട് തന്നെ ഞാൻ കളറിനുള്ള തുണികളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്റെ മനസ്സിൽ ഏകദേശം ഒരു കളർ വെച്ച് നൂലൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ ഒരു ഡ്രസ്സിന് ഒരു ഷോ ബട്ടൺ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ വരയ്ക്കാനുള്ള ചോക്ക് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് പുതിയൊരു ഐറ്റം വന്നത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊരു മാർക്കറാണ്, ഡ്രസ്സിൽ നമുക്ക് ചോക്കിന് പകരം യൂസ് ചെയ്യാൻ ാണ് പറഞ്ഞ്. ഇത് മാർക്ക് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്, ഡ്രസ്സിൽ വരച്ചാലും പെട്ടെന്ന് തന്നെ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും അതൊന്ന് വാങ്ങി യൂസ് ആക്കി നോക്കാന്ന് കരുതി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ ഷോപ്പുകളിലും കയറുമ്പോ ഫ്രണ്ട് തന്നെ ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ഇതിനൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.